ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുത്തത് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു അന്വേഷണ സംഘം എന്നതാണ്. കോടതി നിർദ്ദേശപ്രകാരമാണ് ഈ മിനിറ്റ്സ് ബുക്ക് അന്വേഷണ സംഘം പിടിച്ചെടുത്തത്. ശരിയായ രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന പ്രധാനപ്പെട്ട കാര്യം അത് പറഞ്ഞിരിക്കുന്നു കോടതി എന്നുള്ളതാണ്. മിനിറ്റ്സ് ബുക്കിൽ ക്രമക്കേടുകൾ എന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു എന്നതുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. 28/7/2025 വരെയുള്ള മിനിറ്റ്സ് മാത്രമാണ് ഈ ബുക്കിലുള്ളത് എന്ന് പറയുകയാണ്. സ്വർണ്ണപ്പാളി ഇത്തവണ കൊടുത്തുവിടാനുള്ള തീരുമാനം മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ക്രമക്കേടുകളുള്ള ഒരു മിനിറ്റ്സ് ബുക്കാണ് ഇത് എന്നത് കോടതി കണ്ടെത്തിയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് SIT അനുമതി തേടിയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ എന്നതും പ്രധാനപ്പെട്ടതാണ്. നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവ് പരിശോധിക്കാൻ വേണ്ടി അനുമതി തേടിയിട്ടുണ്ട് എന്ന വിവരം കൂടി കോടതിയിൽ നിന്ന് വരികയാണ്. എത്ര സ്വർണമാണ് നഷ്ടമായി എന്നതറിയാൻ ഉണ്ട്. ശാസ്ത്രീയ പരിശോധന വേണം എന്ന് SIT കോടതിയിൽ പറയുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോടതിയിൽ നിന്ന് വരുന്നു. ശരിയായ ദിശയിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നതാണ് കോടതിയുടെ ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം. മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുക്കണമെന്നത് കോടതി പറഞ്ഞിരുന്നു, അത് ഹാജരാക്കി. പക്ഷേ അതിൽ വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. 28/7/2025 വരെയുള്ള മിനിറ്റ്സ് മാത്രമാണ്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല. സ്വർണ്ണപ്പാളി ഇത്തവണ കൊടുത്തുവിടാനുള്ള തീരുമാനം, ആ കാര്യത്തിലൊക്കെ കോടതി ഇടപെടൽ ഉണ്ടായത് നമുക്കറിയാവുന്നതാണ്. പക്ഷേ അതിനെക്കുറിച്ചൊന്നും മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതടക്കമുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നതും പ്രധാനപ്പെട്ടതാണ്. വിപിൻ സി വിജയൻ വിശദാംശങ്ങളുമായി. വിപിൻ, ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുക്കണമെന്നത് കോടതി നിർദ്ദേശമായിരുന്നു, പക്ഷേ അതിൽ ക്രമക്കേടുകളുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നു. ഏറ്റവും ഒടുവിലായി എന്താണ് സംഭവിച്ചത് എന്നതിന്റെ വിശദാംശങ്ങളൊന്നും ഇതിൽ നൽകുന്നില്ല എന്നതുൾപ്പെടെ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? അനുജ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SIT ഇപ്പോൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഹൈക്കോടതിയോട് അനുമതി തേടിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഈ സ്വർണ്ണപ്പാളി ഇത്തവണ കൊടുത്തുവിടാനുള്ള തീരുമാനം ഈ മിനിറ്റ്സിൽ ഉണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ എത്ര സ്വർണം നഷ്ടപ്പെട്ടു എന്ന് പരിശോധിക്കാനുള്ള ഒരു അനുമതിയാണ് തേടിയിരിക്കുന്നത്. അതിന്റെ ദ്വാരപാലക സ്വർണ്ണപ്പാളിയിൽ നിന്നുള്ള സാമ്പിൾ ശേഖരിക്കണം. അങ്ങനെ എത്ര സ്വർണം ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടു അതൊരു ശാസ്ത്രീയ പരിശോധനയിലൂടെ തെളിയിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് അനുമതി ഹൈക്കോടതി നൽകുമോ എന്നുള്ളതാണ് ഇനി ഏറ്റവും ഉറ്റുനോക്കേണ്ട ഒരു കാര്യമുള്ളത്. മറ്റൊന്നുള്ളത്, ഈ പറഞ്ഞതുപോലെ തന്നെ മിനിറ്റ്സിൽ വന്നിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകളാണ്. അത് ഇതിനു മുൻപ് തന്നെ ഏറെക്കുറെ ബോധ്യപ്പെട്ടതാണ്. അതിപ്പോൾ SIT ഒരു റിപ്പോർട്ടായി തന്നെ കോടതിയുടെ മുൻപാകെ നൽകിയിരിക്കുന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ മിനിറ്റ്സ് പിടിച്ചെടുക്കണം എന്നുള്ളത് നേരത്തെ തന്നെ ഹൈക്കോടതി പറഞ്ഞിരുന്നതാണ്. അതുപ്രകാരം പിടിച്ചെടുത്തപ്പോൾ അതിൽ ക്രമക്കേടുകളുണ്ട് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. 28/7 അതായത് ജൂലൈ 28 വരെയുള്ള മിനിറ്റ്സ് മാത്രമാണ് ഉള്ളത്. അതിനുശേഷം ഈ സ്വർണ്ണപ്പാളി ഇത്തവണ കൊടുത്തുവിടാനുള്ള തീരുമാനം പോലും ആ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അത് ഗുരുതരമായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു അനാസ്ഥ എന്ന് തന്നെ കാണേണ്ടി വരും. അത് കുറ്റകരമായിട്ടുള്ള ഒരു അനാസ്ഥ എന്ന് തന്നെ കാണാം. ഒപ്പം തന്നെ അതിലാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അതൊന്നും തന്നെ രേഖാമൂലം ആയി മാറുന്നില്ല എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് മുൻപിലുള്ള കുറച്ച് ആളുകളുണ്ട്. അതായത് മുരാരി ബാബു, സുജീഷ് കുമാർ, അതുപോലെ തന്നെ ഇപ്പോൾ N വാസുവിലേക്ക് വരെ എത്തുന്നു. പക്ഷേ മൂന്നാം പ്രതിയായി N വാസുവിനെ ചേർത്തതിന് ശേഷം ഇനി അത് ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ അത് ഏത് രീതിയിലേക്കായിരിക്കും മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. കാരണം അത് ഇപ്പോൾ N വാസുവിന്റെ അദ്ദേഹം ഇടത് സർക്കാരൊക്കെ ആയിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരാളൊക്കെയാണ്. അപ്പോൾ ഇനി അത് അറസ്റ്റിലേക്ക് നീങ്ങുമോ അല്ലെങ്കിൽ മറ്റെന്തൊക്കെ നടപടികൾ SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ്. ഉന്നതതല ഗൂഢാലോചന ഈ കേസിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ ആരെയൊക്കെ പ്രതി ചേർക്കും, ആരൊക്കെ അതിൽ ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും ഉറ്റുനോക്കേണ്ട ഒരു കാര്യം. സർവ്വസ്വാതന്ത്ര്യമായി തന്നെ നിങ്ങൾക്ക് പ്രവർത്തിക്കാം, ഹൈക്കോടതിയുടെ മേൽനോട്ടം മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ഇതിനോടകം തന്നെ SITക്ക് ഹൈക്കോടതി ഉറപ്പ് നൽകിയതാണ്. ആ രീതിയിലാണ് അന്വേഷണവും പോകുന്നത്. ആ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്നുള്ളത് ഈ ഇടക്കാല റിപ്പോർട്ടിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഹൈക്കോടതി പറയുകയും ചെയ്തിരിക്കുന്നു. അതിന് തൊട്ടുപുറകെയാണ് ഇപ്പോൾ ഈ മിനിറ്റ്സിലും ക്രമക്കേട് ഉണ്ട് എന്നുള്ളത് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി കൂടുതൽ ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യുമോ, ഉന്നത തലത്തിലുള്ള ഒരു അന്വേഷണം അല്ലെങ്കിൽ ആ ഉന്നത തലത്തിലുള്ള ഒരു ചോദ്യം ചെയ്യലൊക്കെ ഇനി എത്രത്തോളം ഉണ്ടാകും എന്നുള്ളതാണ് ഇനിയുള്ള നാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറുക. അതിന് ഹൈക്കോടതി ഇനിയിപ്പോൾ ഈ ശാസ്ത്രീയ പരിശോധനയ്ക്ക് കൂടി അനുമതി നൽകുകയാണ് എന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ വളരെ വ്യക്തമായിട്ടുള്ള കണക്കുകൾ, എത്ര സ്വർണം എങ്ങോട്ടേക്ക് പോയി എന്നുള്ളതിലൊക്കെ കുറച്ചുകൂടി വ്യക്തത വരികയുള്ളൂ. ഒപ്പം തന്നെ ഈ സ്വർണം ഇനി കണ്ടെത്തേണ്ടതുണ്ട്. 24 ഈ കൽപേഷ് എന്നുള്ള ഈ സ്വർണം കൊടുത്തു എന്ന് പറയുന്ന കൽപേഷിനെ 24 തന്നെ ചെന്നൈയിൽ നിന്ന് കണ്ടെത്തുകയും അയാൾ ഒരു സാങ്കല്പിക കഥാപാത്രം
മാത്രമല്ല ഈ പറയുന്നത് പോലെ ഒന്നും അല്ല ഇത്തരത്തിലുള്ള ആളുകൾ, ഇങ്ങനെ സ്വർണം പോയ പല വഴികളിലുള്ള ആളുകൾ ഉണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ വാർത്തകളൊക്കെ നമ്മൾ ഇതിനോടകം തന്നെ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ ഇതാ ഈ മിനിറ്റ്സിൽ ക്രമക്കേടുണ്ട്, ശാസ്ത്രീയ പരിശോധന നടത്തണം എന്നുള്ളതിലേക്ക് SIT എത്തിയിരിക്കുന്നു. അതിന് ഇനി ഹൈക്കോടതിയുടെ അനുമതി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു കാര്യമുള്ളത്. അനുജ, വിപിൻ, ഇതിലിപ്പോൾ ഈ 28/7/2025 വരെയുള്ള മിനിറ്റ്സ് മാത്രമാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ ഈ ജൂലൈ വരെയുള്ളത് എന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ ഭരണസമിതി ഒക്കെ ഇതിന് ഉത്തരം പറയേണ്ടതാണല്ലോ. മിനിറ്റ്സിൽ ക്രമക്കേടുണ്ട് എന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതെ, തീർച്ചയായും ഇപ്പോഴത്തെ ഭരണസമിതിയുടെ ഉദ്ദേശശുദ്ധിയിലും ഇതിനോടകം തന്നെ സംശയം ഹൈക്കോടതി പറഞ്ഞതാണ്. കാരണം ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളി കൊടുത്തുവിട്ടതിൽ യാതൊരു വിധത്തിലുള്ള മാനദണ്ഡങ്ങളും, ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മാനദണ്ഡങ്ങളും ഇപ്രാവശ്യവും പാലിച്ചിട്ടില്ല. ഇതിനോടകം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള ആൾക്ക് ഈ സ്വർണം കൊടുത്തതിൽ വിവാദമാവുകയും അതിന്റെ ചർച്ചകൾ നടക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷവും വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ ഈ സ്വർണം പൂശുന്നതിന് വേണ്ടി ദ്വാരപാലികൾ കൊടുത്തുവിടാൻ തീരുമാനിക്കുന്നു. ആ തീരുമാനിച്ചതിന്റെ ഉദ്ദേശശുദ്ധിയെ ഇതിനോടകം തന്നെ സംശയിച്ചിരുന്നു. അങ്ങനെ ഇവരെ സംശയനിലയിൽ നിർത്തിയിട്ട് തന്നെയായിരുന്നു ആദ്യത്തെ റിപ്പോർട്ടിൽ ഹൈക്കോടതി അവസാനിപ്പിച്ചത്. അത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല. അതിന് തൊട്ടുപുറകെയാണ് ഇപ്പോൾ അന്നത്തെ മിനിറ്റ്സിൽ പോലും അതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള വിവരം SIT കണ്ടെത്തുകയും അത് ഇടക്കാല റിപ്പോർട്ടായി ഹൈക്കോടതിയുടെ മുൻപിൽ വയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിൽ ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു ക്രമക്കേട്, അതിന്റെ പിന്നിൽ വളരെ വലിയ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് 2019 നടന്ന ഒരു കാര്യം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയുകയില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാം തന്നെ ഇപ്രാവശ്യം ഈ സ്വർണ്ണപ്പാളി കൊടുത്തുവിടുന്നതിൽ അതിൽ അത്തരത്തിലൊരു ഗൂഢാലോചന നടത്തുകയും അതിൽ എത്രത്തോളം ഒരു വെട്ടിപ്പിനൊക്കെ കൂട്ടുനിന്നു എന്നുള്ള കാര്യമാണ് ഇനി പുറത്തേക്ക് വരേണ്ടത്. അതിൽ ഇപ്രാവശ്യവും അതിൽ ഒരു മിനിറ്റ്സിൽ ഇല്ല എന്നുള്ളത് മാത്രമല്ല, ഇനിയിപ്പോൾ ഈ ശാസ്ത്രീയ പരിശോധന വരുമ്പോൾ സ്വർണത്തിന്റെ അളവ് കൂടി കൂടുതൽ വ്യക്തമായി അവിടെ നിന്ന് പുറത്തു വരും എന്നുള്ളത് തന്നെയാണ് കരുതേണ്ടത്. മറ്റൊന്നുള്ളത്, ഈ ആറന്മുള സ്റ്റോർ റൂമും ശബരിമല സ്റ്റോർ റൂമുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ശങ്കറിന്റെ നേതൃത്വത്തിൽ, അമിക്കസ് ക്യൂരിയുടെ നേതൃത്വത്തിലുള്ള ഒരു പരിശോധന നടക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് കൂടി ഇന്ന് വരുമെന്നുള്ളതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് കുറച്ചുകൂടി സമയം അതുമായി ബന്ധപ്പെട്ട് വേണമെന്നുള്ളത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇനി ഒരു പക്ഷേ അടുത്ത തവണയായിരിക്കാം ആ റിപ്പോർട്ട് കോടതിയുടെ പരിഗണനയിൽ വരിക. ഇങ്ങനെ ആ റിപ്പോർട്ട് കൂടി വരുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ക്രമക്കേട് സ്റ്റോർ റൂമുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് കൂടി പുറത്തേക്ക് വരും. ഇപ്പോഴും ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ മറ്റൊരു വിവരം വന്നിരിക്കുന്നു. ശബരിമല വാതിൽ സ്വർണം പൂശാൻ പോറ്റിക്ക് നൽകിയതിൽ ഗുരുതര വീഴ്ച എന്നുള്ളത്, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ വെച്ച് ഗുരുതര വീഴ്ച എന്നുള്ളത് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഗുരുതര വീഴ്ച ഈ സ്വർണം കൊടുത്തുവിട്ടതിൽ ഉണ്ടായിരിക്കുന്നു. തിരികെ എത്തിച്ചതിലും ഒരു നടപടിക്രമങ്ങളും അനുജ ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. ഈ മിനിറ്റ്സിൽ ഇല്ല എന്നുള്ളത് മാത്രമല്ല, സ്വർണം പോയതിന് കണക്കില്ല, സ്വർണം വന്നതിന് കണക്കില്ല, അത് ആര് വെച്ചു എന്നുള്ളതിന് ഒന്നും തന്നെ ഒരു തരത്തിലുള്ള ആരും ഒരു ഉത്തരവാദിത്വം ഏൽക്കാത്തൊരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. ഇങ്ങനെ നടപടിക്രമങ്ങൾ ഒന്നും പാലിച്ചില്ല. ഇത് രേഖപ്പെടുത്തേണ്ട മിനിറ്റ്സിലില്ല. ഈ സ്വർണം പോകുന്നു, അതെവിടെയൊക്കെയോ ചുറ്റിത്തിരിഞ്ഞ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് സ്വന്തം ഇഷ്ടത്തിന് സ്വന്തമായി ഉപയോഗിക്കാവുന്ന രീതിയിലൊക്കെ ഉപയോഗിച്ച് അത് തിരികെ എത്തിയിരിക്കുന്നു. അതിന്റെ അളവറിയില്ല. ഇതിൽ ആർക്കൊക്കെ എങ്ങനെയൊക്കെ പങ്ക് എന്നുള്ളതാണ് ഇനി പുറത്തു വരേണ്ടത്. അതിൽ ഉന്നത തലങ്ങളിലേക്ക് എത്രത്തോളം അന്വേഷണം എത്തും എന്നുള്ളത് കൂടിയാണ് ഏറ്റവും ഉറ്റുനോക്കേണ്ടത്. അത് വരും ദിവസങ്ങളിൽ തന്നെ വ്യക്തമാകും എന്നുള്ളതാണ്. അപ്പോൾ ഹൈക്കോടതി ഇനിയിപ്പോൾ ഈ പരിശോധനയ്ക്ക് എത്രത്തോളം അതിന്റെ അനുമതി നൽകൽ, അതിന്റെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ അതിന്റെ ഒരു കമന്റ് ആയിട്ട് ഹൈക്കോടതി പറയും എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. ഈ ശാസ്ത്രീയ പരിശോധനയ്ക്ക് കോടതി അനുമതി നൽകിയിട്ടുണ്ടോ? നമ്മൾ ഏറ്റവും പുതുതായി അത്തരത്തിലേക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ വിപിൻ? നിലവിലില്ല. കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അതിലൊരു വ്യക്തത വരും. ഇപ്പോഴത്തെ ഇതിൽ ഗുരുതര വീഴ്ച ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇപ്രാവശ്യത്തെ ദേവസ്വം ബോർഡ് ആ സ്വർണം കൊടുത്തയച്ചതിലും അത് തിരിച്ചു വന്നതിലും ഗുരുതര വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതിലേക്ക് മാത്രമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പോറ്റിക്ക് അകമഴിഞ്ഞ സ്വാതന്ത്ര്യം, സർവ്വ സ്വാതന്ത്ര്യവും നൽകിയിരിക്കുന്നു അവിടുത്തെ ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. കോടതിക്ക് അത് ബോധ്യപ്പെട്ടിരിക്കുന്നു. അവിടെ ഒരു എല്ലായിടത്തും സർവ്വ സ്വാതന്ത്ര്യമായി തന്നെ എല്ലാം ചെയ്യുന്നതിനുള്ള ഒരു അനുമതി അത് ഉണ്ണികൃഷ്ണൻ
പോറ്റിക്ക് ഉണ്ടായിരുന്നു. അത് വെറുതെ കൊടുത്തതാണോ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ പങ്ക് പറ്റിയിട്ടാണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി ഈ അന്വേഷണത്തിൽ തെളിയാനുള്ളത്. അത് അല്പസമയത്തിനകം തന്നെ ഇനിയിപ്പോൾ ഈ ശാസ്ത്രീയ പരിശോധനയുടെ അതിന് അനുമതി കൂടി നൽകുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത ഇതുമായി ബന്ധപ്പെട്ട് വരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെ അദ്ദേഹത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അതൊരു ചെറിയ മീനല്ല. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരിലേക്കും ആ ഒരു അന്വേഷണത്തിന്റെ ഇത് നീങ്ങണം, അല്ലെങ്കിൽ ഇതിന്റെ ഏറ്റവും ടോപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരു ഗൂഢാലോചന വരെ പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളത് ഹൈക്കോടതി SITക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെ ഹൈക്കോടതി തന്നെയാണ് ഏതൊക്കെ ഉദ്യോഗസ്ഥർ ഈ കേസ് അന്വേഷിക്കണം എന്നതടക്കം നിർദ്ദേശിക്കുന്ന ഒരു അസാധാരണമായ ഒരു നടപടി ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. അതിൽ 6 ആഴ്ചയ്ക്കുള്ളിൽ ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരു പക്ഷേ അതിൽ കുറച്ചുകൂടി ഒരു നീട്ടി നൽകുമായിരിക്കും. ഈ ശാസ്ത്രീയ പരിശോധനയൊക്കെ നടക്കേണ്ടതുള്ളത് കൊണ്ട് ഒരു പക്ഷേ അത് നീട്ടി നൽകുമായിരിക്കും. അതിന്റെ രണ്ടാമത്തെ ഇടക്കാല റിപ്പോർട്ട് വരുമ്പോഴാണ് കൂടുതൽ, അതായത് എൻ വാസു അതിൽ പ്രതിയാകുന്നു, എൻ വാസുവിനെ ഇനിയിപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ മറ്റാരിലേക്കൊക്കെ അത് എത്തും എന്നുള്ളത് കൂടിയാണ് കൂടുതൽ വ്യക്തമാകേണ്ടത്. ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങുന്നതല്ല ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്നുള്ളത് പകൽ പോലെ വ്യക്തമാവുകയാണ് ഹൈക്കോടതിയിൽ രണ്ടാമത്തെ റിപ്പോർട്ടും സമർപ്പിക്കുമ്പോൾ. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.